إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله كما قال الله عز وجل أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അളവറ്റ ദയയും കരുണയുമുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കണേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസിയത്തനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മെല്ലാം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ് മംഗലാപുരം ഭാഗത്തുള്ള വാഹന അപകടത്തിൽ 6 മരണങ്ങൾ ഒരുമിച്ചുണ്ടാവുകയും അതിൽ 5 പേരും നമ്മുടെ ആദർശ സുഹൃത്തുക്കളുമാണ് എന്നുള്ളതാണ്. ഈ ഉള്ളവന്റെ വീട്ടിൻ്റെ 4-5 കിലോമീറ്റർ അടുത്താണവർ. വല്ലാത്ത ഒരു മരണമായിരുന്നു അത്. അതേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ 8-9 വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് പോയി തിരിച്ചു വരുമ്പോൾ കാസർഗോഡിൻ്റെ ഒരു പ്രദേശത്ത് വെച്ച് 9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ 7 പേര് ആ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് അർഹമായ പ്രതിഫലവും ശാന്തിയും സമാധാനവും അതിനുള്ള പകരവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നാത്തുൽ ഫിർദൗസും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
ദുനിയാവിൻ്റെ നിസ്സാരത ബോധ്യപ്പെടണമെങ്കിൽ ഇന്നലെ ഉണ്ടായ ആ മുസീബത്ത് അത് ഇന്നും CCTV-യിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മുസീബത്തുകൾ നമ്മൾ ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിൻ്റെ ഈ ജീവിതത്തിനിടയിൽ. നമ്മളുടെ ജീവിതം എന്നുള്ളത് വളരെ തുച്ഛമാണ്. അതിനിടയിൽ പല മുസീബത്തുകളും നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾക്ക് ബാധിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ള മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത് എന്നുള്ളത് അതിൽ സംശയമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ട് പോയതാണ് ദുനിയാവിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിപത്തായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ വഫാത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. മുഅ്മിനീങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്തും പ്രവാചകന്റെ വിയോഗത്തോളം, വഫാത്തോളം ആ മുസീബത്ത് എത്തുകയില്ല എന്നുള്ളതാണ്. എത്ര വലിയ മുസീബത്ത് ബാധിച്ചാലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ മുസീബത്ത് എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ് എന്നുള്ളതാണ്. ആ വഫാത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളും പഠിക്കാനുമുള്ള കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 1400 വർഷങ്ങൾക്കപ്പുറം നമ്മളുടെ ചിന്തയെ ഒന്ന് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. മരിക്കുന്നതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ്, ഒരു ബുധനാഴ്ചയായിരുന്നു അത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തളർച്ച ബാധിക്കുകയാണ്. ഇടയ്ക്ക് ബോധം പോകുന്നുണ്ട്, തലവേദനിക്കുന്നുണ്ട്, പനിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ബോധം വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി പള്ളിയിലേക്ക് പോകുന്നത്. രണ്ടുപേരുടെ തോളത്ത് കൈവച്ചുകൊണ്ട് കാലിരച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് മിമ്പറിൽ കയറി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നു. സഹാബത്ത് ആ പ്രവാചകന്റെ മൊഴിമുത്തുകൾ കേൾക്കാൻ വേണ്ടി എല്ലാവരും ചുറ്റുമായി ഇരിക്കുന്നു. അവരുടെ മുന്നിൽ ഇരിക്കുന്നത് ആരാണ്? ഏറ്റവും മോശപ്പെട്ട ഒരു ജനതയിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ച ഒരു മനുഷ്യന്റെ മുന്നിലാണവർ വന്നിരിക്കുന്നത് എന്ന ബോധം എല്ലാവർക്കുമുണ്ട്. അവർ ജീവിതത്തിൽ എന്തിനേക്കാളും ഏറെ സ്നേഹിക്കുന്ന ആ പ്രവാചകന്റെ മുന്നിലാണവർ ആ മൊഴിമുത്തുകൾക്ക് കാതോർത്തിരിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മൊഴിമുത്തുകൾ അവർക്ക് കൈമാറുകയാണ്. അതിലൊന്നാമതായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അതൊരു പ്രാർത്ഥനയാണ്, ഒരു ശാപ പ്രാർത്ഥനയാണ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദികൾക്കും നസ്രാനികൾക്കും അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാകട്ടെ, അല്ലെങ്കിൽ ലഅനത്തുണ്ടായിട്ടുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അള്ളാഹു അവർക്ക് ഇറക്കിയിട്ടുള്ള പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ആരാധന സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്, മസ്ജിദുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു ലാ തത്തഖിദു ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുത് ജനങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒന്നാമത്തെ നിർദ്ദേശമായിരുന്നു അത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്.
യഹൂദികൾക്കും നസ്രാനികൾക്കും ഇറക്കപ്പെട്ട പ്രവാചകന്മാരാരാണ്? അവർ അമുസ്ലിമീങ്ങളാണോ? അല്ല. അവർക്ക് ഇറക്കപ്പെട്ട പ്രവാചകന്മാർ, അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ഞങ്ങളുടെ പ്രവാചകൻ എന്ന് വാദിക്കുന്നവരാണവർ. അങ്ങനെ അള്ളാഹു ഇറക്കിയ പ്രവാചകന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി മാറ്റിയവരാണവർ. അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആ പാത ഇന്ന് മുസ്ലിമീങ്ങളിലെ ആളുകൾ ആ പാത പിൻപറ്റിക്കൊണ്ടു പോവുകയാണ്. ഖബറുകളെ വലിയ വലിയ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവിടെ സുജൂദ് ചെയ്യാൻ മാത്രമുള്ള അവസ്ഥകൾ ഒരുക്കി കൊടുക്കുകയാണ് പൗരോഹിത്യം. എത്ര ഗൗരവമുള്ള വിഷയമാണ്. മരണവേദന വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒന്നാമത്തെ നിർദ്ദേശമായിരുന്നു ഖബറിടം അത് ആരാധന കേന്ദ്രമല്ല. രണ്ടാമത്തെ കാര്യം ثم عرض نفسه للقصاص فقال كنت جلدت له ظهرا فهذا ظهري فليستقد منه. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആർക്കെങ്കിലും നോവിച്ചിട്ടുണ്ട് എങ്കിൽ, ആരുടെയെങ്കിലും ദേഹത്തിൽ ഞാൻ നോവിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു ഉറുമ്പിനു പോലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാ എന്റെ ദേഹം എടുത്തോളൂ, പകരം വീട്ടിക്കോളൂ എന്ന് മുതുക് കാണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. ആരുടെയെങ്കിലും അഭിമാനത്തിൽ ക്ഷതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇതാ എന്റെ അഭിമാനം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഖിസാസിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹു അല്ലാഹു അൻ യുഅതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. അള്ളാഹു ഒരു അടിമക്ക് ദുനിയാവിലെ പളപളപ്പും ദുനിയാവിലെ എല്ലാ സുഖസൗകര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കലുമുള്ളതിനെ ഓപ്ഷനായിട്ട് കാണിച്ചു. ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇത് കേട്ട മാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇത് മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ വഫാത്തിന്റെ സൂചനയാണ് ഇത് അറിയിക്കുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവരായിരുന്നു. അവിടുന്ന് കരഞ്ഞു എന്നാണ്. അങ്ങനെ ആ ദിവസം കടന്നുപോയി. വ്യാഴാഴ്ചയായി. രോഗം ഒരൽപ്പം മൂർച്ഛിച്ചു. തലവേദന വർദ്ധിക്കുന്നു. പനി കൂടുന്നുണ്ട്. ഏത് പനി? ഖൈബറിൽ വെച്ച് ജൂതപ്പെണ്ണ് മാംസത്തിൽ വിഷം പുരട്ടിക്കൊടുത്ത ആ വിഷത്തിന്റെ വേദനയുടെ ഫലമായിട്ടുണ്ടാകുന്ന പനിയാണത്. വേദനയുടെ പനിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളിൽ അനുഭവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പനിയും തലവേദനയുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മണിക്കൂറുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച കടന്നു. വെള്ളിയാഴ്ചയും കഴിഞ്ഞു. ശനിയാഴ്ചയും കഴിഞ്ഞ് ഞായറാഴ്ചയാകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കീഴിലുണ്ടായിരുന്ന ചില അടിമകൾ, ആ അടിമക്കുട്ടികളെയൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതന്ത്രരാക്കി. കൈകളിൽ ഉണ്ടായിരുന്ന 9 ദീനാറ് അത് സ്വതക്ക കൊടുക്കുകയും ചെയ്തു. ആയുധങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഹദിയയായും ദാനമായും നൽകി. അങ്ങനെ ആ ഞായറാഴ്ചയും കടന്നു പോവുകയാണ്. പിന്നീട് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ, ഏറ്റവും കൂടുതൽ ദുഃഖിച്ച, ഏറ്റവും കൂടുതൽ കരഞ്ഞുപോയ, ഈ ദുനിയാവ് ഇരുണ്ടുപോയ ആ ദിവസം കടന്നു വരികയാണ്. റബീഉൽ അവ്വലിന്റെ, ഹിജ്റയുടെ 11-ാം വർഷം റബീഉൽ അവ്വലിന്റെ 12-ാം ദിവസത്തിന്റെ ആ പ്രഭാതം കടന്നു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളെയും കൂട്ടി
ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പ്രവാചകന്റെ രോഗത്തിൽ എല്ലാവർക്കും വിഷമമുണ്ട്. ആ ദിവസങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, ആയിഷ ബീവിയുടെ വീട് മദീനത്തെ പള്ളിയിൽ തന്നെയാണ്, പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെ കർട്ടൻ ഇങ്ങനെ പൊന്തിച്ചു. എന്നിട്ട് നിസ്കരിക്കുന്ന ഈ മുഅ്മിനീങ്ങളെ നോക്കി. സ്വഹാബികൾ ഇത് കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഖം കാണുകയാണ്. സ്വഹാബികൾ കണ്ടു. അവർക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രസന്നമായിരിക്കുന്നു. അവർ വിചാരിച്ചു രോഗം ഭേദപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖപ്പെട്ടിരിക്കുകയാണ് എന്നവർ വിചാരിച്ചു എന്നാണ്. വല്ലാത്ത സന്തോഷമുണ്ടായ ആ സമയം സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങളുടെ തന്നെ വസ്വാസായി പോയോ എന്ന് നമ്മൾ വിചാരിച്ചു. പ്രവാചകനെ കണ്ട് അവർക്ക് സന്തോഷം കൊണ്ട് നിസ്കാരം തന്നെ താളം തെറ്റിയോ എന്നവർ വിചാരിച്ചു എന്നാണ്. അവർ വിശേഷിപ്പിക്കുന്നത് പൂർണ്ണ ചന്ദ്രന്റെ, പൗർണമി രാവിലെ ചന്ദ്രന്റെ പ്രഭ നമ്മൾ ആ പ്രവാചകന്റെ മുഖത്ത് നമ്മൾ കണ്ടു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന്, ഇമാമത്തിന്റെ സ്ഥലത്ത് നിന്ന് ബാക്കോട്ട് വരാൻ വേണ്ടി നോക്കി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിസ്കാരം തുടർത്തിക്കോളൂ. അവർക്കറിയില്ലായിരുന്നു പ്രവാചകന്റെ അവസാനത്തെ നോട്ടമായിരുന്നു അത് എന്ന് സ്വഹാബികൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ സുബഹി നിസ്കാരത്തിന്റെ സമയവും കഴിഞ്ഞ് ദുഹാ സമയം അടുക്കുകയാണ്. ദുഹാ സമയം അടുക്കുമ്പോൾ മകൾ, പൊന്നോമന മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും അവരുടെ മക്കളായ ഹസൻ, ഹുസൈൻ അവരെയും വിളിച്ചുകൊണ്ട് ചില നന്മകളൊക്കെ വസിയത്ത് ചെയ്തു കൊടുക്കുകയാണ്. അതോടൊപ്പം ഭാര്യമാരെയെല്ലാം വിളിച്ച് അവർക്ക് ചില ഉപദേശങ്ങൾ, സാരോപദേശങ്ങളൊക്കെ നൽകി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോടായി ചില കാര്യങ്ങൾ പറഞ്ഞു. നോക്കണം, ഏത് സമയമാണെന്ന് നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എനിക്ക് ഈ ഒരു വേദന കുറച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത്രയും കഠിനമായ വേദനയുടെ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 ആ ദുഹാ സമയത്ത് കഴിഞ്ഞുകൂടുന്നു. ആ സമയത്ത് പോലും പ്രവാചകൻ ഈ ഉമ്മത്തിനോടുള്ള നസീഹത്ത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിനോട് പറയുകയാണ്, അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും, അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും, അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും. ഉമ്മത്തെ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, നിസ്കാരത്തിൽ ഒരിക്കലും നിങ്ങൾ വീഴ്ച വരുത്തരുതേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആവർത്തിച്ച് പറയുകയാണ് ഈ ഉമ്മത്തിനോട്. ഏത് സമയമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രവാചകന് തീരെ അവധിയില്ലാത്ത സമയമാണ്. ശക്തമായ കഠിനമായ പ്രയാസങ്ങൾ, വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഈ ദുനിയാവിൽ നിന്ന് വഫാത്താകാൻ പോകുന്ന ആ സമയങ്ങളിൽ കടന്നു പോകുമ്പോൾ ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം പറയുകയാണ്. മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. അതിന്റെ ഗൗരവമാണ് പ്രവാചകന്റെ അവസാന സമയത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ മടിത്തട്ടിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് വലിയ സന്തോഷമായിട്ട് അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്താണ് എന്നൊക്കെ പറയുന്നത് കാണാം. ഫഅസ്നത്തുഹു ഇലാ സദ്രി, ഞാൻ എൻ്റെ മാറിടത്തേക്ക് ചേർത്ത് വെച്ചിരുന്നു പ്രവാചകനെ എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്കാൻ പറ്റുന്നില്ല വേദന കൊണ്ട് വെള്ളമെടുത്ത് മുഖത്തേക്കൊക്കെ തടയുന്നുണ്ട്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ
അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിസ്വാക്കിലേക്ക് തുറിച്ചു നോക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിക്കൊണ്ട് ആ മിസ്വാക്ക് എടുത്ത് അതിനെ വൃത്തിയാക്കി ഒന്ന് കടിച്ചുകൊണ്ട് മൃദുലപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിന് തേച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂൽ ഏറ്റവും നന്നായിട്ട് സിവാക്ക് ചെയ്തത് ആ സമയമായിരിക്കാം. കാരണം അത്ര ഭംഗിയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് മിസ്വാക്ക് ചെയ്തു എന്നാണ്, പല്ല് തേച്ചു എന്നാണ്. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത് അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. അല്ലാഹുവേ, മരണവേദന നീ എനിക്ക് ലഘൂകരിച്ചു തരണേ അല്ലാ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആയത്ത് ഓതുന്നുണ്ട്. സൂറത്തു നിസാഇൽ ആയത്ത്, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ. വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, റഫീഖിൽ അഅ്ലയിൽ നീ എന്നെ ചേർക്കണേ. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഇങ്ങനെ താഴെ വീഴുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ ഒരു റബീഉൽ അവ്വൽ 12 ദുഹാ സമയത്തായിരുന്നു മദീന ഇരുണ്ടുപോയ ആ ദിവസം. മദീന കറുത്തുപോയി എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. വാർത്ത പരന്നപ്പോൾ ചില സ്വഹാബികൾ അത് ഉൾക്കൊള്ളുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മിമ്പറിൽ കയറിക്കൊണ്ട് പറയുകയാണ്, അത് മുനാഫിക്കുകൾ പറയുകയാണ്. പ്രവാചകൻ മരിച്ചു എന്നുള്ളത് മുനാഫിക്കുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങനെ പറയല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചില റിവായത്തുകളിലൊക്കെ കാണാം, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അങ്ങനെ സ്വഹാബികളൊക്കെ ആകെ ആശയക്കുഴപ്പത്തിലാണ്. വിഷമവും സങ്കടവും എല്ലാം നിറഞ്ഞ ആ ഒരു സന്ദർഭം. ആ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മുഖത്തുള്ള പുതപ്പ് മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ ചുംബനം നൽകുന്നു. എന്നിട്ട് ഉമറിനോട് ശാന്തമാകാൻ പറയുന്നു. പള്ളിയിലേക്ക് പ്രവേശിച്ച് ഉമറിനോട് ശാന്തമാകാൻ പറയുന്നു. ഉമർ അതൊന്നും കേൾക്കുന്നില്ല. ഉമർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. അവർക്ക് ഹാല് തെറ്റിയിരിക്കുകയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി സംസാരം തുടങ്ങി. ഉമർ കേൾക്കുന്നില്ല. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി സംസാരം തുടങ്ങി എന്നാണ് ചരിത്രത്തിൽ തങ്കലിപി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട ആ സംസാരമാണത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ എന്താ പറയുന്നത്? അമ്മാ ബഅദ് മൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുകയാണ്. വമൻ കാന മിൻകും യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ്. എന്നിട്ട് ആയത്ത് ഓതി കൊടുക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫ ഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനാകുന്നത്. ഇത് കേട്ടയുടനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താളം തെറ്റി ശരീരത്തിന് നിൽക്കാനുള്ള ത്രാണിയില്ലാതെ അവിടുന്ന് താഴെ വീഴുകയാണ്. കാലിന് ബലം നഷ്ടപ്പെടുകയാണ്. അവിടുന്ന് അങ്ങ് കരച്ചിൽ തുടങ്ങുകയാണ് പള്ളിയിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് ആ സമയമാണ്. എല്ലാവരും ഒച്ചത്തിൽ കരയാൻ തുടങ്ങി എന്നാണ്. സഹോദരങ്ങളെ, ഇത് നടന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റബീഉൽ അവ്വൽ 12 ളുഹാ സമയത്താണ് ഈ ലോകത്തിന് ഏറ്റവും വലിയ നഷ്ടം, മുസീബത്ത് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് റബീഉൽ അവ്വൽ 12 ആ ളുഹാ സമയം, ഈ ദുനിയാവിന് സംഭവിച്ച ഏറ്റവും വലിയ മുസീബത്ത് ആ സമയത്തായിരുന്നു, ആ ദിവസത്തിലായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിനോട്, അല്ലയോ അനസേ, നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവാചകന്റെ മുഖത്തേക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് സാധിച്ചത്? ഇത് കേട്ടുകൊണ്ട് അനസ് കരയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ലമ്മാ കാനൽ യൗമുല്ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന അളാഅ മിൻഹാ കുല്ലു ഷൈ. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്തേക്ക് ആദ്യമായി കടന്നു വന്ന സമയം മദീന മുഴുവനും പരക്കെ പ്രകാശിതമായി. എന്നാലോ ഫലമ്മാ കാനൽ യൗമുല്ലദീ മാത ഫീഹി, എന്നാൽ പ്രവാചകൻ മരിച്ചുപോയ, വഫാത്തായ ആ ദിവസമുണ്ടല്ലോ, അദ്ലമ മിൻഹാ കുല്ലു ഷൈ, മദീന മുഴുവനും ഇരുണ്ടുപോയി, ഇരുട്ടായിപ്പോയി. വമാ ഫറഖ്നാ മിൻ ദഫനിഹി ഹത്താ അൻകർനാ ഖുലൂബനാ, നമ്മൾക്ക് ആ പ്രവാചകന്റെ ദേഹത്തെ മറമാടാൻ ഒരിക്കലും നമ്മൾക്ക് സാധിച്ചിരുന്നില്ല, വല്ലാത്ത വൈമനസ്യമുണ്ടായിരുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, സ്വഹാബികൾ അങ്ങനെ സ്നേഹിച്ചിരുന്നു പ്രവാചകൻ. സ്വഹാബികൾക്ക് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു ആ പ്രവാചകനോട്, അല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നവരാണ്, അല്ലെ? എന്തെങ്കിലും പറഞ്ഞാൽ ഫിദാക അബി വ ഉമ്മി എന്ന് പറയുന്നവരാണ്, അല്ലെ? ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, ഐ ലാ നഫ്ദീക ബി അംവാലിനാ വ അൻഫുസിനാ ഫഹസബ് ബൽ ബി ആബാഇനാ വ ഉമ്മഹാത്തിനാ. അല്ലേ? സ്വഹാബികൾ പറഞ്ഞത് എന്താ? എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, ഒന്ന് വിളിച്ചാൽ തന്നെ, സ്വഹാബത്തിനെ ഒന്ന് വിളിച്ചാൽ തന്നെ, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക ഫിദാക അബി വ ഉമ്മി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ശരീരവും എന്ന് തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ അടക്കം നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു റസൂലേ എന്ന് പ്രഖ്യാപിച്ചവരാണ് ആ പ്രവാചകന്റെ അനുയായികൾ. എന്നാൽ സഹോദരങ്ങളെ, ആ സ്വഹാബത്ത് സ്നേഹിച്ച പോലെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ പോലെ സ്നേഹിക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ആ പ്രവാചകനെ സ്നേഹിച്ചത് ഏറ്റവും കൂടുതൽ ആ സ്വഹാബത്താണ്. അവരിലാണ് നമുക്ക് പ്രവാചക സ്നേഹത്തിൽ മാതൃകയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ വിഷമിച്ച ദിവസം ഇന്ന് നമ്മുടെ ഉമ്മത്ത് എന്താ ചെയ്യുന്നത് സഹോദരങ്ങളെ? ആരാണ് ഇത്തരം ഒരു ആഘോഷം കൊണ്ടുവന്നത്? റബീഉൽ അവ്വൽ 12 അന്ന് വളരെ ആഭാസങ്ങൾ നിറച്ച് അന്ന് ആഘോഷിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കൾ, അല്ലെ? ഇസ്ലാമിനെ പുറത്തു നിന്ന് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത യഹൂദികൾ, ജൂതന്മാർ, അവർ അകത്ത് കയറിക്കൊണ്ട് ഷിയായിസം എന്നുള്ള ഒരു രൂപം, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും അവരുടെ പിൻഗാമികളാണ് ഹിജ്റ 300 ശേഷം
നാനൂറിലെ ആ ഒരു സമയത്താണ് ഫാത്തിമികൾ എന്ന് പറയുന്ന സെയ്ദികൾ എന്ന് പറയുന്ന ആളുകളാണ് ഇത്തരം ഒരു ജന്മദിനാഘോഷം കൊണ്ടുവന്നത്. ആ ജന്മദിനം എന്നുള്ളത്, ബർത്ത്ഡേ എന്നുള്ള സംവിധാനം തന്നെ അത് ക്രിസ്ത്യാനികളിൽ നിന്നാണ്. അവരിൽ നിന്ന് പ്രവാചകന്റെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ആ കാലങ്ങളിൽ ആ ഒരു ഭരണത്തിലുള്ള ആളുകൾ കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഏത് സമയമാണ് അവർ തെരഞ്ഞെടുത്തത്? നോക്കൂ, സ്വഹാബികൾ കരഞ്ഞുപോയ, മദീന ഇരുണ്ടുപോയ ആ ഒരു സമയം ആഹ്ലാദിച്ച് നടക്കുകയാണ്. ആഹ്ലാദിച്ച് തോരണങ്ങൾ വിളിച്ച് DJ പാർട്ടികൾ നടത്തിക്കൊണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി ജാഥ നടക്കുകയാണ്. സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് സ്വഹാബികൾ സ്നേഹിച്ചതുപോലെയാണ്. അല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല. ശിർക്ക് വരെ എത്ര ചെയ്യുന്നില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ജന്മദിനം ആഘോഷിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇർതകബ്തു അലൽ ഖത പാടുന്നുണ്ട്. തിന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾക്ക് പുറത്തു തരണം എന്നവർ അവർ പാടുകയാണ്. അങ്ങനെ ഒരുപാട് ശിർക്കിന്റെ വരികൾ അടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തോന്നിവാസങ്ങൾ ഒരുപാട് അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് കാണാം, ഇത്തരത്തിലുള്ള ആഘോഷം തുടങ്ങിയത് തന്നെ തീറ്റക്കൊതിയന്മാരായ ആളുകളാണ് എന്നാണ്. ഷാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതന്മാരടക്കം ഇത് പറയുന്നത് കാണാം. 3 നൂറ്റാണ്ട് വരെയുള്ള ഒരു പണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ പോലും നമ്മൾക്കിതൊന്നും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് ദീനിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ആചാരമാണ്. ഒരിക്കലും ഒരു മുഅ്മിനിന് പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? നമ്മളുടെ സ്നേഹം എങ്ങനെയായിരിക്കണം? സ്വഹാബത്ത് കാണിച്ചു തന്ന മാതൃകയിലായിരിക്കണം. അവരെ പോലെ ഒരിക്കലും നമുക്ക് ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചകനെ കൃത്യമായി നമ്മൾ സ്നേഹിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ശിരസാവഹിച്ചുകൊണ്ട്, അവിടുന്ന് നിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട്, ഷിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകൾ, അല്ലെ, ബിദ്അത്തുകൾ ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബയിലും അവിടുന്ന് ഉത്ബോധിപ്പിച്ചിരുന്നു, ശക്തമായി താക്കീത് നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. ദീനിൽ പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം കേട്ടോ എന്ന് എല്ലാ ഖുതുബയുടെയും ആമുഖത്തിൽ പറഞ്ഞിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ശിർക്കിയായ പ്രവർത്തനങ്ങളിൽ നിന്ന്, അല്ലെ, ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇതര ദൈവങ്ങളെ സങ്കല്പിക്കുന്ന രീതിയിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളെയും ശിർക്കൻ ആഘോഷങ്ങളെയും എല്ലാം നമ്മൾ ഒരിക്കലും അതിൽ പങ്കുചേരാൻ പാടില്ല എന്നുള്ളതാണ്. ബഹുദൈവ വിശ്വാസികളുടെ ആചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്കാകാം, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരോട് നല്ല രീതിയിൽ നമുക്ക് പെരുമാറാം, അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ അവരുടെ ആഘോഷങ്ങളിലൊന്നും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ലെ? ഓണം പോലെയുള്ള, ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾ അവരവരുടേതായ മതങ്ങളിലുള്ള ആളുകൾ അതവർ ആചരിക്കട്ടെ. എന്നാൽ മുസ്ലിം എന്ന് പറയുന്നത്, മുസ്ലിം ആരാണ്? അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവനാണ്. അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും ഒരു ആരാധ്യനും എനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവനാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങളിൽ വിശ്വാസി ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ച ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുക, ആ പ്രവാചകനെ പിൻപറ്റി ആ പ്രവാചകന്റെ ചര്യകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന്, അല്ലെ, നിരോധിച്ച എല്ലാ കാര്യങ്ങളും കഴിവിന്റെ പരമാവധി നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, പിൻപറ്റുക, അവിടുത്തേക്ക് ധാരാളമായി സ്വലാത്ത് ചെയ്യുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, പ്രത്യേകം വെള്ളിയാഴ്ചകളിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. عباد الله صلوا على خير البرية وأزكى البشرية فمن صلى عليه صلاة واحدة صلى الله عليه بها 10. اللهم صل وسلم عليه وآله وصحبه والتابعين لهم بإحسان. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل البدعة والمبتدعين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.